വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് SNDP കായംകുളം യൂണിയന്റെ നേതൃത്വത്തിൽ സമ്മേളനവും പ്രകടനവും നടത്തി. സമ്മേളനം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു. കോടതിയിൽ ഇങ്ങനൊരു വിധിയുണ്ടായി, അവരെ അയോഗ്യരാക്കി പ്രഖ്യാപിച്ചു. കോടതി വിധി എപ്പോഴും നമ്മൾ മാനിച്ചേ പറ്റും. പക്ഷേ കള്ളക്കേസ് കൊടുത്ത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വിധി സമ്പാദിച്ചതെന്നാണ് പൊതുവെ സംസാരമുള്ളത്. അപ്പം അതുകൊണ്ട് SNDP യോഗം എന്ന മഹത്തായ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ, അതിനെ തകർക്കാൻ ദീർഘകാലമായി ഒരു വിഭാഗം പ്രവർത്തിച്ചു വരുന്നതെല്ലാം നമുക്കറിയാവുന്നതാണ്. അത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കേസ് കൊടുത്തും അല്ലാതെയുമൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ എല്ലാ മേഖലകളിലും അവർ കാലങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി നിരവധി കേസുകളാണ് SNDP യോഗത്തെ സംബന്ധിച്ചോളം. ഒന്നോ രണ്ടോ കേസ്, 100-ന് മുകളിൽ കേസുകളാണ് കൊടുത്തിട്ടുള്ളത്. പല കോടതികളിലും ഇതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. കായംകുളം SNDP യൂണിയനിലുണ്ട് കേസ്. 2 കേസ് ഇങ്ങനെ ഈ നമുക്ക് എതിർഭാഗമായ ചില ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു രീതിയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിധിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുണ്ടായത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. അതാണ് നമ്മൾ പ്രധാനമായും നമ്മളെല്ലാം നോക്കിയത്. യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് അധ്യക്ഷനായി. കാരണം പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ 2-3 വർഷം കൊടുത്തില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ കേരളത്തിൽ കൊടുക്കുമ്പോൾ അവർ മേടിക്കത്തില്ല, ഇത് കേന്ദ്രത്തിലാണെന്ന് പറയും. കേന്ദ്രത്തിൽ കൊടുക്കുമ്പോൾ അവർ മേടിക്കുന്നില്ല. ഇത് ആരാണ് മേടിക്കേണ്ടതെന്നുള്ളൊരു തീരുമാനം വരാത്തത് കൊണ്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 കൂട്ടർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ 2 കൂട്ടരും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഒരു കാരണം. രണ്ടാമതുള്ള ഒരു ടെൻ നമ്പർ എന്നും പറഞ്ഞ് നേരത്തെ തന്നെ തുഷാർജിയൊക്കെ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ടെൻ നമ്പർ എടുക്കുന്ന വിഷയം. ആ 10 നമ്പർ എല്ലാ ബോർഡ് മെമ്പർമാരും ഭാരവാഹികളും എടുക്കണമെന്നുള്ളതാണ്. അത് നമ്മളുടെ ചില 10-12 പേർക്ക് മാത്രമേ 10 നമ്പറുള്ളൂ. അത് ഈ അടുത്തിടയ്ക്ക് വന്ന ഒരു നിയമമാണ്. ഈ 2 നിയമത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നാളെ തന്നെ ഇത് അപ്പീൽ കൊടുത്തിട്ട് ഈ വിധി സ്റ്റേ ആകുമെന്നുള്ളതാണ് പൂർണ്ണമായിട്ടും യോഗം ഭാരവാഹികൾ വിശ്വസിച്ചിരിക്കുന്നത്. ഞാൻ നേരിട്ട് ജനറൽ സെക്രട്ടറിയായിട്ട് ഇന്ന് സംസാരിച്ചതാണ്. നമുക്ക് നാളെ തന്നെ അതിൻ്റെ സ്റ്റേ കിട്ടും എന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ജനറൽ സെക്രട്ടറി നമ്മളോട് കാര്യം പറഞ്ഞിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു, ബോർഡ് അംഗങ്ങളായ A. പ്രവീൺകുമാർ, മണത്തിൽ ബിജു, പനക്കൽ ദേവരാജൻ, മുനമ്പേൽ ബാബു, K. സജിത് കുമാർ, N. ദേവദാസ്, സംഘം രവി, PS ബേബി, N. സദാനന്ദൻ, സുഷമ തങ്കപ്പൻ, ഫാസുര മോഹൻ, V. സോണി, അജിത അനിൽ, S. ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രകടനത്തിൽ നിരവധി യോഗം പ്രവർത്തകർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.